ചെറുപ്പത്തിലെ ജയിലിൽ പോയവനാ. അവനിപ്പോ തിരിച്ചു വന്നു. അതെ, അവൻ തന്നെ. നടക്കും. സുഖല്ലേട്ടാ? ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചതിനൊന്നും ഫലം ഉണ്ടാവാതിരുന്നില്ല. എന്തുവാ കൊച്ചേ, അവന് വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി കൊടുക്ക. ഇതുങ്ങളോട് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അകത്തേക്ക് വരുവേട്ടാ. നിങ്ങളുടെ വീട് തന്നെയല്ലേ? ഏട്ടാ ഒരു മിനിറ്റ് അവിടെ തന്നെ നിൽക്കൂ. കണ്ണ് ദോഷം, നാവ് ദോഷം, നാട്ടുകാരുടെ കണ്ണ്, പൊട്ടന്മാരുടെ കണ്ണ് എല്ലാം ഒഴിഞ്ഞു പോട്ടെ. തുപ്പിക്ക ഇതിലേക്ക്. തുപ്പാൻ ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഇപ്പൊ വരാവേ. ഗുണ നിക്കടാ. ചേച്ചി പറഞ്ഞു ഓടാതെടാ. പറ്റിയല്ലേ പിടിക്കുക. ഗുണ എന്തൊരു കണ്ണാണെന്നോ. ഏട്ടാ കുളിച്ചിട്ട് വരൂ, ഞാൻ അപ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ഏട്ടാ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് എത്ര വർഷമായല്ലേ? അയ്യോ ഒന്നുമില്ല. ദേ ഇതാ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. നീ കഴിച്ചായിരുന്നോ? ഏട്ടൻ വന്ന സന്തോഷത്തില് എന്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. നിങ്ങൾ കഴിക്ക്. ദേവാ, നിനക്കിപ്പൊ തന്നെ പോണെന്ന് നിർബന്ധാണോ? നീ ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ് ഇവിടെയും ചെയ്യാലോ. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നു? ഒന്ന് പറയേ. ദേവാ, നീ ഞങ്ങൾക്ക് ഒറ്റ മോനല്ലേടാ. നമുക്കുള്ള സ്വത്ത് മാത്രം നോക്കി ജീവിച്ചാ പോരടാ. അമ്മേ, അച്ഛാ, എനിക്കൊരു മാറ്റം വേണം. അതിനു വേണ്ടിയാ പോകുന്നത്. മനസ്സിലാക്കൂ. സാർ, ഞാൻ ചേട്ടനെ കൊണ്ട് വിട്ടിട്ട് വരാം. ദേവാ, ഒന്ന് അകത്തോട്ട് വെക്കേട്ടാ. ആരെങ്കിലും നല്ല ശകുനം വരുന്നു നോക്കട്ടെ. ഇപ്പൊ അകത്ത് പോ. ഞാൻ പറയുമ്പോ വന്നാ മതി. ഇനി വരാമോ? ഒന്നുകൊണ്ട് മിണ്ടാതിരിക്കോ. ഞാൻ പറയുമ്പോ മാത്രം വന്നാ മതി. ഒന്ന് പെട്ടെന്ന് പോയേ വല്യമ്മേ. ഏട്ടാ ഇപ്പൊ വന്നോളൂ. പറയട്ടാ. ഞാൻ പോയി തിരിച്ചു വരുന്നവരെ അച്ഛനെയും അമ്മയും നോക്കിക്കോളാം. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. ശരി ഏട്ടാ. ഒന്നിനെയും കുറിച്ചും പേടിക്കണ്ട. പോയിട്ട് എന്തായാലും ഫോൺ ചെയ്യണം കേട്ടോ. ആ ശരി, ഞാൻ വിളിക്കാം. ചേട്ടാ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം പറഞ്ഞോ? അവന്മാര് വന്ന് എന്നോട് ചുമ്മാ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും വഴക്ക്. ഇപ്പൊ ശകലം ഓക്കെയാണോ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. വരൂ. അങ്ങനെയൊന്നും ഇത്ര പ്രധാനപ്പെട്ട ഒരു വാർത്ത? പ്രധാനപ്പെട്ട വാർത്തയല്ല ഏട്ടാ, വളരെ ആവശ്യമുള്ളൊരു കാര്യ. നിന്റെ മാമൻ വന്നില്ലെങ്കിലോ? എന്റെ വിശ്വാസം തകരില്ല. അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരും. എന്റെ ഏട്ടനെ കൂട്ടിട്ട് വരാൻ സമയം നോക്കേണ്ട ആവശ്യമില്ലേ? ശകലമൊക്കെ നോക്കിട്ട് ഇറങ്ങിയപ്പോ കുറച്ച് താമസിച്ചു. ഇത് ഭഗവാന്റെ കാലിൽ വെച്ചിട്ട് എടുത്തു തരണേ.
തൊഴുത് പ്രാർത്ഥിക്കൂ ഏട്ടാ. വരൂ ഏട്ടാ. ഏട്ടാ വരൂ വരൂ ഏട്ടാ, നോക്കി നിൽക്കാതെ. എന്താ ഇത് പെണ്ണിനെ പോലെ കിടന്ന് നാണിക്കുവാണല്ലോ. ഇരിക്കേട്ടാ. ഷോ ഇരിക്കാൻ ഇങ്ങോട്ട്. എന്താ നോക്കുന്ന? മാല വാങ്ങൂ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആ മാല എന്റെ കഴുത്തിലോട്ടിട്ടെ. എന്താ ഏട്ടാ അത്ഭുതം തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊരു കടമയുണ്ടായിരുന്നു, അത് മറന്നുപോയോ? എന്താ ആലോചിക്കുന്നേ? നല്ല സമയം കഴിയുന്നതിന് മുന്നേ കാതകം കുത്തിക്കോ. അമ്മ, ഇതായിരുന്നു സംഭവം. എന്താണെന്നറിയാതെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും വർഷമായിട്ടും ഞാൻ എൻ്റെ കാത് പോലും കുത്താതിരുന്നത്. ഇങ്ങനെ കാത്തിരുന്ന കഥയൊക്കെ നിർത്തി ആദ്യം ഒന്ന് കാത് കുത്താൻ നോക്ക്. അതെ ഏട്ടാ. ആ മുത്തശ്ശി, മുത്തശ്ശ, ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവർ രണ്ടുപേരും ആരെന്ന് മനസ്സിലായോ? എന്താ ശാന്തിയമ്മായി, സെൽരാജി മാമ, സുന്ദരനല്ലേ? ഏടാ നീ ഗുണയല്ലേ? സുഖാണോ മോനെ? ആ സുഖം. നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലിക്ക് പോണെന്ന് നിന്റെ ചേച്ചി എത്ര ആഗ്രഹിച്ചെന്നറിയോ? പക്ഷെ കാലദോഷം കൊണ്ട് എല്ലാം ഇങ്ങനെയായി പോയല്ലോ. ഇവനെ കണ്ട സന്തോഷത്തില് ഞങ്ങളെ മറന്നു പോവല്ലേ മോളെ? അതെങ്ങനെയാ ഞാൻ മറക്കുക? എന്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞ് എന്നെ വളർത്തിയത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? നോക്കിയോ മോനെ, ഇവളുടെ അപ്പൻ അന്ന് എന്ത് വൃത്തികെട്ടവനായിരുന്നോ ഇന്നും അങ്ങനെ തന്നെയാ. ഇനിയെങ്കിലും നീ ആ കൊച്ചിനെ ഒന്ന് സന്തോഷമായിട്ട് നോക്കണം മോനെ. ഇന്നലെ വരെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ തേനെ കണ്ടപ്പോ ജീവിതത്തിന് ഇനി ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലായി എനിക്ക്. ഇനി മുതൽ എനിക്കെല്ലാം എൻ്റെ തേനാണ്. മാമ ഇറങ്ങാണ്. അമ്മായി പോയിട്ട് വാ ശരി മക്കളെ. മോനെ.